हरि ओम। ओम सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. 29-30. സുഭുജോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുദോ വസു നൈകരൂപോ ബൃഹത് രൂപ ശിബിവിഷ്ടപ്രകാശന ഓജസ്ഥേജോദ്യുതിധര പ്രകാശാത്മാ പ്രതാപന വൃദ്ധസ്പഷ്ടക്ഷരോ മന്ത്ര ചന്ദ്രാംശുർഭാസ്കരദ്വിജി. ഇന്നത്തെ നാമം 272 നാമം ബൃഹത് രൂപ. ബൃഹത് രൂപ, വളരെ വലിയ രൂപത്തോടു കൂടിയവൻ അർത്ഥം. വളരെ വലിയ രൂപത്തോടു കൂടിയവൻ. സ്വാഭാവികം അല്ലേ? അനോരണീയാൻ മഹതോ മഹിയാൻ. മഹതോ മഹിയാൻ. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ച് എല്ലാ വസ്തുവിലും സാന്നിധ്യം പ്രകടിപ്പിച്ച് വർത്തിക്കുന്ന മഹാവിഷ്ണു എങ്ങനെ ബൃഹത് അല്ലാതിരിക്കും? എല്ലാ ജീവജാലങ്ങളിലും പ്രത്യക്ഷമായിരിക്കുന്ന ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും പിന്നിലുള്ള പ്രകാശവസ്തു, എല്ലാ ജീവജാലങ്ങളെയും വ്യക്തമാക്കിയിട്ടുള്ള വസ്തു, അവ്യക്തത്തിൽ നിന്ന് വ്യക്തമാക്കിയിട്ടുള്ള പ്രതിഭാസം. ഇതിനെങ്ങനെ ബൃഹത്താവാതിരിക്കാൻ പറ്റും? ഒരു മനുഷ്യനെ, രണ്ട് മനുഷ്യനെ അല്ല, ജാലങ്ങളെ മാത്രമല്ല, സകല സൃഷ്ടിയും ആലോചിച്ച് നോക്കൂ. എല്ലാ സൃഷ്ടി, എവ്രിതിങ്. എല്ലാ സൃഷ്ടികളുടെയും ആകത്തുകയായ രൂപം നിസ്സാരമല്ലല്ലോ. നമുക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ ബൃഹത് രൂപം. എല്ലാ ജീവികളുടെയും ഒരു ആകത്തുക. ചെറിയൊരു കോൺസെപ്റ്റ് നോക്കുക. ഈ ലോകത്തിലുള്ള എല്ലാ പവർ ജനറേഷൻ സ്റ്റേഷൻസ് നമുക്കറിയുന്നത്, ലോകത്തിൽ വേണ്ട, ഇന്ത്യയിലത്തെ എടുത്താലും മതി. ഇന്ത്യയിലുള്ള സകല പവർ ജനറേഷൻ സ്റ്റേഷനിലുമുള്ള ടോട്ടൽ പവർ ഒന്ന് കൺസീവ് ചെയ്യാൻ മനസ്സിൽ, ഇൻ ടേംസ് ഓഫ് കറണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ പവർ പ്ലാന്റും, നമ്മളുടെ വീട്ടിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും ഫാക്ടറിയിലേക്കും അവിടേക്കും ഇവിടേക്കും ഓഫീസിലേക്കും ഇന്ത്യയിൽ ഒട്ടാകെ വരുന്ന കറണ്ടിൻ്റെ ആകത്തുക, എല്ലാ പവർ ജനറേഷൻ സ്റ്റേഷൻസിലും നിന്നും വരുന്ന കറണ്ടിൻ്റെ ആകത്തുക, ആ ഒരു രൂപം ഒന്ന് മനസ്സിൽ പതിപ്പിക്കാൻ നോക്കൂ. എത്ര ശക്തി, എന്ത് രൂപം, ജസ്റ്റ് ഒന്ന് ചിന്തിക്കൂ. ഈ ഇലക്ട്രിസിറ്റിയുടെ ഒരു കാര്യം, അപ്പം സകല
പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളുടെയും ഒരാകത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? ജീവജാലങ്ങളെ മീൻസ് ഇൻക്ലൂഡിങ് ഫെനോമിനൽ വേൾഡ്, മെറ്റീരിയൽ വേൾഡ്, എല്ലാം, എല്ലാ ചൈതന്യത്തിൻ്റെയും ഉറവിടം എത്ര ബൃഹത്തായിരിക്കണം? ആ ബൃഹത് രൂപ എന്നല്ലാതെ എങ്ങനെയാ പറയാ? ശക്തമായിട്ട് നോക്കിയാൽ ലളിതാ സഹസ്രനാമത്തിലും ഇതേ നാമമുണ്ട്. അമ്മയ്ക്ക് ബൃഹതി എന്നുള്ളൊരു നാമം കൊടുത്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? ബൃഹതി, ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലപ്രിയ. ഏ വാക്കന്നെയാ ബൃഹതി, ബൃഹത്തായിട്ടുള്ളവൾ, ബൃഹത് രൂപമുള്ളവൾ. കാരണം എല്ലാ അംശങ്ങളും ദേവിയിലാണ് കുടികൊള്ളുന്നത്. പിന്നെ ബൃഹത്താവാതിരിക്കുമോ? അപ്പോൾ അതാണ് ബൃഹത് രൂപ എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം. ഓക്കെ. അടുത്ത 273 ശിബിവിഷ്ട, ഒരു ടെക്നിക്കൽ നാമാണത്. വേദിക് ടച്ചുള്ളൊരു വാക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സ്വല്പം ഒരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ മാത്രമേ 100% അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് ആവുന്നതും ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കാം. ഷിബി എന്ന് വെച്ചാൽ സാധാരണ ഒരു എത്നിക് ടേമാണത്, യജ്ഞ ടേമാണത്. ഒരു എന്താ പറയുക, വേദിക് ടേമാണത്. യജ്ഞ പശുവിനെയാണ്, യജ്ഞത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പശുവിനെയാണ് ഷിബി എന്ന് പറയുന്നത്. ഒരർത്ഥം. ഷിബിക്ക് വേറൊരർത്ഥമുണ്ട്, സൂര്യരശ്മി എന്നുള്ളൊരർത്ഥമുണ്ട്. രശ്മിക്ക് ഷിബി എന്ന് പറയും, സൂര്യരശ്മി. അങ്ങനെയുള്ള ഷിബി യജ്ഞ പശുവിലും സൂര്യനിലും മറ്റുള്ള പദാർത്ഥങ്ങളിലുമെല്ലാം വിഷ്ട, വിഷ്ട മീൻസ് കടന്നുകൂടിയവൻ. വിശ്വം വിഷ്ണു വഷട്കാരോ എന്ന് പറയില്ലേ, കടന്നുകൂടിയവൻ, എൻ്റർ ഇൻ ടു. അതുകൊണ്ട് ഷിബി വിഷ്ട, ഷിബിയിൽ വിഷ്ടനായവൻ, ഷിബിയിൽ കയറിക്കൂടിയവൻ. യജ്ഞത്തിലുള്ള പശുവിലും സൂര്യപ്രകാശത്തിലും എല്ലാ ജീവജാലങ്ങളിലും കടന്നുകൂടിയവൻ എന്നർത്ഥം. യജ്ഞം ഭവത് സ്വരൂപം തന്നെയാണ്, അല്ലേ? ഭഗവത് സ്വരൂപം തന്നെയല്ലേ യജ്ഞം എന്ന് പറയുന്നത്? ഭഗവാന്റെ സ്വരൂപം തന്നെയാണല്ലോ യജ്ഞം. യജ്ഞസ്വരൂപനല്ലേ ഭഗവാൻ? വിഷ്ണു തന്നെയാണ് യജ്ഞം. യജ്ഞത്തിൻ്റെ സ്വരൂപം വിഷ്ണുവാണ്. പക്ഷെ അത് അജ്ഞതയിൽ മറിഞ്ഞിരിക്കുന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ജീവികളെ യജ്ഞമെന്ന് പറയുന്ന ആ പ്രക്രിയ ഭഗവാനാണ്. ആ യജ്ഞത്തിൽ ഉൾപ്പെട്ട എല്ലാം, ഹവിസ്സും എല്ലാം, യജ്ഞ കർത്താവും യജ്ഞേശ്വരനും യജ്ഞത്തിനുള്ള ഹവ്യങ്ങളും യജ്ഞത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും യജ്ഞഫലദാതാവും എല്ലാം സർവം ബ്രഹ്മമയം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രാഹ്മണം ഹുതം. അഗ്നിയും ബ്രഹ്മം, എല്ലാം ബ്രഹ്മമാണ്. അപ്പോൾ യജ്ഞ പശുവും ബ്രഹ്മമാണ്. യജ്ഞം ഇറ്റ്സെൽഫ് ഈസ് ബ്രഹ്മം. ഈ സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ ജീവിക്കുന്ന സൃഷ്ടികളെ പൊതുവെ ഒരു വ്യംഗ്യഭാഷയിൽ പശു എന്ന് വിളിക്കുന്നു. ആനിമലിസ്റ്റിക് എന്നർത്ഥം. മാൻ അല്ല, ആനിമൽ മാൻ. കാരണം ബുദ്ധിയുണ്ട്, പക്ഷെ വിശേഷ ബുദ്ധിയില്ല. ബുദ്ധിയില്ല, അത് എല്ലാ ജന്തുക്കൾക്കും ബുദ്ധിയുണ്ട്. വിശേഷ ബുദ്ധി മനുഷ്യനാണ്. ജ്ഞാനീ നരേണാം അധികം വിശേഷ ജ്ഞാനം വിഹീന പശുപസമാനം. അപ്പോൾ വേണ്ടത്ര ഭഗവത് സാന്നിധ്യമാണ് ഇതിലെല്ലാം നിൽക്കുന്നതെന്നും എല്ലാം ഭഗവാന്റെ എന്താ പറയുക ശക്തി കൊണ്ട് നിലനിൽക്കുന്നതാണ് എന്നും നമ്മളുടെ അജ്ഞാനം കൊണ്ട്, നോട്ട് ബിക്കോസ് ഓഫ് എനിത്തിങ് എൽസ്, പ്യുവർ ഇഗ്നറൻസ്,
അതുകൊണ്ട് അറിയാൻ കഴിയാത്ത മനുഷ്യന്മാരെ, അതുപോലെ അജ്ഞാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന മനുഷ്യന്മാരെ, ഇത് ശരീരമാണ്, മനസ്സാണ്, ബുദ്ധിയാണ്, ഇത് യാഗത്തിൽ ഒഴിക്കണ എണ്ണയാണ്, ഇത് അരിയാണ്, ഇത് മഞ്ഞളാണ്, അങ്ങനെ അരി കൊണ്ടുവന്നാൽ ഞാനെങ്ങനെയാണ് മഞ്ഞൾ കൊണ്ടുപോവുക, അതൊക്കെ ഭാവഭേദങ്ങൾ ഉണ്ടാവുകയാണ്. ഭാവഭേദ സൗഭാവനബതം, ഒന്നെന്നുള്ള ഭാവനയല്ല, വേറെ വേറെ എന്നുള്ള ഭാവനയേക്കാൾ നല്ലതെന്നല്ല രമണ മഹർഷി പറയേണ്ടത്. അപ്പം അദ്ദേഹം യജ്ഞത്തിന് ഹവിസായിട്ട് അരി കൊണ്ടുപോയാൽ ഞാനെങ്ങനെയാണ് മഞ്ഞൾ കൊണ്ടുപോവുക? അവിടെ മഞ്ഞൾ അരി ഒന്നും വ്യത്യാസമില്ല, എല്ലാം ഞാൻ തന്നെയാണ്. നിങ്ങൾ മഞ്ഞൾ കൊണ്ടായാലും അരി കൊണ്ടായാലും പുഷ്പം കൊണ്ടായാലും എണ്ണ കൊണ്ടായാലും ഒക്കെ ഒന്ന് തന്നെയാണ്. അൾട്ടിമേറ്റ്ലി എവറിഥിങ് ഐ ആം ദ പ്രൊപ്പീഷിയേറ്റർ ഓഫ് ദി യജ്ഞ, ഓഫ് ദി യാഗ. അപ്പം ഇങ്ങനെ അറിവില്ലാതെ ഓരോരുത്തർ അഹങ്കാരം വെച്ചിട്ട് അടുത്തുള്ളവൻ അരി കൊണ്ടുപോയാൽ ഞാൻ അരി കൊണ്ടുപോയാൽ പോരാ, ഞാൻ കുറച്ച് പച്ചക്കറിയും കൊണ്ടുപോകണം. മനസ്സിലായില്ലേ? ഇങ്ങനെ മത്സരിക്കുന്നു നാം വൃഥ. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ്, ഇല്ലാത്ത ചിന്തകളെപ്പറ്റി ആലോചിച്ച്, അന്യോന്യം അറിവില്ലായ്മ കൊണ്ട് മത്സരിക്കുന്നു. അങ്ങനെ ആ തത്വം അറിവില്ലാതെ മത്സരിക്കുന്ന വിഭാഗത്തെ വേദാന്ത ലിറ്ററേച്ചറിൽ, വേദാന്ത എന്താ പറയുക, സാഹിത്യത്തിൽ പശു എന്നാണ് പറയുക. വ്യംഗ്യാർത്ഥത്തിൽ, ആരും നിന്ദിച്ചിട്ടല്ല, ഒരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി പശുവാണ്. അപ്പോൾ നമ്മളുടെ കർമ്മങ്ങളെല്ലാം ഫലയിച്ച കൂടാതെ ഈശ്വര അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ആ കർമ്മങ്ങളെല്ലാം യജ്ഞമായിട്ട് മാറുന്നു. നമ്മളുടെ കർമ്മവും എന്താ പറയുക, സെൽഫ്ലെസ് ഡെഡിക്കേഷൻ ഓഫ് വർക്ക്, ഈശ്വരാർപ്പണ മനോഭാവത്തോടു കൂടി അഹങ്കാര മമകാരങ്ങളില്ലാതെ കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കർമ്മം യജ്ഞമായിട്ട് മാറുന്നു. ആ യജ്ഞപശുക്കളിൽ ഭഗവാൻ ജ്ഞാനം പ്രദാനം ചെയ്യുന്നു. അറിവില്ലാത്ത കൊണ്ട് യജ്ഞം കണ്ടു നിൽക്കുന്നുണ്ടല്ലോ പശുക്കൾ. ആ പശുക്കളിൽ ജ്ഞാനം പ്രകാശനം ചെയ്യുന്നു. അങ്ങനെ പ്രകാശനം ചെയ്യുന്ന അതിൽ പ്രവേശിച്ചിട്ട് ശിബിവിഷ്ട, അപ്പം അങ്ങനെയുള്ള അജ്ഞതയിൽ മൂടിക്കിടക്കുന്ന പശുക്കളെ ഗോപാലനായിട്ട് ആ പശുക്കളെ കാത്തു സൂക്ഷിച്ചു പോരുന്നു. വേണ്ടത്ര ജ്ഞാനം വേണ്ട സമയത്ത് കൊടുക്കുന്നു. ശിബിവിഷ്ട, പ്രസാദിക്കുന്നു എന്നർത്ഥം. യജ്ഞം വിഷ്ണു തന്നെയാണ്. പശുക്കളെ ശിബി എന്ന് പറയുന്നു. യജ്ഞം ഭഗവാനാണ്. ഭഗവാൻ തന്നെയാണ് പശുക്കളിൽ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറയണതല്ല അത്, തൈത്രീയ ഉപനിഷത്തിൽ വളരെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. യജ്ഞോ വൈ വിഷ്ണു, യജ്ഞം തന്നെയാണ് വിഷ്ണു. യജ്ഞോ വൈ വിഷ്ണു പശവ ശിബി, പശവ ശിബി. യജ്ഞ ഏവ പശുഷു പ്രതിശ്രുതി. ആ പശുക്കളിൽ ജ്ഞാനം നൽകുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ശിബിവിഷ്ട, അതിൽ പ്രവേശിക്കുന്നു. ഭഗവാൻ എവിടെ പ്രവേശിച്ചാലും അവിടെ ജ്ഞാനമല്ലേ. ആ പശുക്കളിൽ ജ്ഞാനരൂപേണ പ്രവേശിക്കുന്നു, യജ്ഞപശുക്കളിൽ പ്രവേശിക്കുന്നു എന്നർത്ഥം. അത് അറിവില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവനെ മനസ്സിലാക്കി അവൻ്റെ മനസ്സ് മാറ്റി ആ മനസ്സിൽ ഭഗവാൻ പ്രവേശിപ്പിച്ച് അവനെ ജ്ഞാനിയാക്കി മാറ്റുന്നു. ശിബിവിഷ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശിബി എന്നുള്ള വാക്കിന് സൂര്യരശ്മി എന്നുള്ള അർത്ഥമുണ്ട്. രശ്മികളിലാണല്ലോ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. രശ്മികൾ ഭഗവാൻ തന്നെയല്ലേ. സൺ ആൻഡ് ഹിസ് റേസ് ആർ നോട്ട് ടു ഡിഫറെൻറ്റ് തിങ്സ്. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു അത്. അപ്പോൾ സൂര്യഭഗവാൻ സൂര്യനാരായണനാണ്. ഭഗവാൻ തന്നെയാണ് സൂര്യൻ. മഹാവിഷ്ണു തന്നെയാണ് സൂര്യൻ. സൂര്യൻ്റെ തേജസ് ആരാ? മഹാവിഷ്ണു തന്നെ. അതിലത്തെ രശ്മി ആരാ? മഹാവിഷ്ണു തന്നെ. There is nothing other than him. അത് ഞാനല്ല കേട്ടോ, അതെൻ്റെ രശ്മിയാണ്. അത് നമ്മൾ പറയണതാ. ഇത് എൻ്റെ കയ്യാ,
ഇതെൻ്റെ മൂക്കാ, ഇതെൻ്റെ ചെവിയാ, ഇതെൻ്റെ തലയാ. അപ്പം താനോ? ഞാൻ വേറെ. അപ്പം ദ്വൈതായില്ലേ? പിന്നെന്താ അദ്വൈതം പറയണത്? അവിടെ കയ്യും മൂക്കും നാക്കും ചെവിയൊന്നും വ്യത്യാസമില്ല, എല്ലാം ഭഗവാൻ തന്നെയാണ്. മൈസൂർ പാക്കിൽ ഏത് ഭാഗം കടിച്ചാലും മധുരം തന്നെയാണ്. മധുരം മധുരം മധുരാധിപതേ അഖിലം മധുരം. എവിടെ തൊട്ടാലും മധുരം അവിടെ. ഈ സൃഷ്ടിയിൽ നമ്മൾ എവിടെ തൊട്ടാലും അവിടെ ഈശ്വരനാ. കാണാൻ കാഴ്ചയുള്ളവർക്ക്, അത് കണ്ടറിയാനുള്ള മനസ്സുള്ളവർക്ക്. ഇല്ലാത്തവനിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അറിയണവന് അറിയാം, അറിയാത്തവന് വേറെ എന്തോ ചെയ്യാന്ന് പറയാറില്ലേ? അതന്നെ. അറിയുന്നവനത് അറിയാം. എവിടെ തൊട്ടാലും ഈ പ്രപഞ്ചത്തിൽ ഞാൻ എവിടെ തൊട്ടാലും അത് ഭഗവാനാണ്. എൻ്റെ ശരീരത്തിൽ ഞാൻ കാലിൻ്റെ ചെറുവിരലിൻ്റെ തുമ്പത്ത് ഒരു ചെറിയ മുട്ടുസൂചി കൊണ്ട് ഒന്ന് കുത്തണു, അതെവിടെ എത്തും? എവിടെ എത്തും? അത് ഇമ്മീഡിയറ്റ് ബ്രെയിനിലെത്തില്ലേ? ഇത്രയും വ്യാപിച്ച് കിടക്കുന്ന സ്ഥലം, വിശാലമായിട്ട് കിടക്കുന്ന ശരീരം, അതിൽ ചെറിയൊരു മുട്ടുസൂചി കൊണ്ട് ഇവിടെ കുത്തു കൊടുത്താൽ എങ്ങനെ എന്തിനാ തലയിട്ടാട്ടണം? നീ എന്തിനാണ് നാവ് പുറത്തേക്ക് വരുന്നത്? കാരണം ശരീരം മുഴുവൻ ഞാനാണ്. അത് എവിടെ തൊട്ടാലും എന്നെ ബാധിക്കും. ഒരു ചൂട് എവിടെ തൊട്ടാലും എനിക്ക് ചൂടും, ഒരു തണുപ്പ് എവിടെ തൊട്ടാലും എനിക്ക് തണുക്കും. അതേ ഭാവം തന്നെയാണ് ഭഗവാനും. പ്രപഞ്ചത്തിൽ എവിടെ തൊട്ടാലും ഭഗവാനാണ് തൊടണത്. അപ്പം രശ്മി വേറെ, ഞാൻ വേറെ ഇല്ല. രശ്മി ഞാൻ തന്നെയാണ്. അപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് സൂര്യനാരായണ മൂർത്തി തന്നെയാണ്. നാരായണൻ തന്നെയാണ് സൂര്യൻ. ആ സൂര്യൻ്റെ പ്രകാശമോ അത് നാരായണൻ തന്നെയാണ്. ആദിത്യനിൽ വിഷ്ണു സ്ഥിതി ചെയ്ത് തൻ്റെ തേജസ് കൊണ്ട് സൂര്യന് പ്രകാശം നൽകുന്നു. എന്തിന്? കംപ്ലീറ്റ് ലോകം മുഴുവൻ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ട്. വേൾഡ് ബാങ്ക് പ്രൊജക്റ്റാണത്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, ലോകത്തിനെ മുഴുവൻ, ഓൾ വേൾഡ് ഇലക്ട്രിഫിക്കേഷൻ. ഭഗവാന്റെ തേജസ് കൊടുത്തിട്ട്, നോഹ കൊടുത്തിട്ട് സൂര്യനോട് പറഞ്ഞു, താൻ തെളിയിച്ചോളാം, ലോകം മുഴുവൻ ഇലക്ട്രിസിറ്റി ആക്കിക്കോളാം. യഥാദിത്യഗതം തേജോ ജഗദ്ഭാസയതേഖിലം. ജഗദ്ഭാസ അത് അഖിലം, ജഗത് അഖിലം ഭാസതി. യത് ആദിത്യഗതം തേജോ, ഏതൊരു സൂര്യനാണോ ജഗത്ത് മുഴുവൻ വെളിച്ചമുണ്ടാക്കി കൊടുക്കുന്നത്, യച്ചന്ദ്രമസി യച്ചഗ്നോ, അഗ്നിയിലും ചന്ദ്രനിലെയും വെളിച്ചം പ്രകാശം തരുന്നത് ആരാണ്? തത്തേജോ വിധി മാമകം. എൻ്റെ അർജുന, എൻ്റെ അർജുന, എൻ്റെ തേജസ്സാണത്, എൻ്റെ ഓജസ്സാണത്, എൻ്റെ ശക്തിയാണത്. ലോകമെല്ലാം വിളക്കിയിടും സൂര്യ തേജസ്സും അങ്ങിനെ. ഈ ലോകത്തിന് മുഴുവൻ ലൈറ്റ് പ്രകാശം കൊടുക്കുന്നത് ആരാ? ലോകമെല്ലാം വിളക്കിയിടും, ഒക്കെ വെളിച്ചം പ്രകാശം കൊടുക്കുക. എൻറ്റയർ തിങ് ഈസ് ഇലക്ട്രിഫൈഡ്. ഹോൾ വേൾഡ് ഈസ് ഇലക്ട്രിഫൈഡ് ബൈ സൂര്യൻ. ചന്ദ്രാഗ്നിമാർ തേജസ്സും. അപ്പോൾ ഈ ലോകമെല്ലാം ഇലക്ട്രിഫൈ ചെയ്യുന്ന, പ്രകാശം കൊടുക്കുന്ന സൂര്യൻ്റെ തേജസ്സും ചന്ദ്രാഗ്നിമാർ തേജസ്സും, ചന്ദ്രൻ്റെയും അഗ്നിയുടെയും തേജസ്സും. എന്തേജസ് എന്നു കാണുക നീ. അത് വേറെ അവിടുന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് മേടിച്ചതല്ല, ഇമ്പോർട്ട് ചെയ്തതല്ല, ലോക്കൽ പർച്ചേസ് അല്ല, അതൊന്നും ചെയ്തതല്ല അവർ. ഇറ്റ് ഈസ് ഓൾ മൈൻ. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? അപ്പം രശ്മിയിലൂടെ പ്രകാശിക്കുന്നതും ഞാൻ തന്നെയാണ്. ശിബി വിഷ്ട. ഋഷി എന്നുള്ള പദത്തിന് വേറൊരു രസകരമായിട്ടുള്ള അർത്ഥമുണ്ട്. ജലം എന്നുള്ള അർത്ഥമുണ്ട്. ഈ സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകത അതെ, ഓരോരോ അക്ഷരത്തിനും ഓരോ വാക്കാ അർത്ഥമാണ്. അപ്പം ഷി എന്ന ശബ്ദത്തിന് ജലം എന്നുള്ള അർത്ഥമുണ്ട്. ജലം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ വാസസ്ഥലമല്ലേ, പെർമനൻ്റ് അഡ്രസ് അല്ലേ. കരാരവിന്ദേന പദാരവിന്ദം എവിടെയായിരുന്നു കണ്ടത്? പ്രളയകാലത്ത്.
മനസ്സിലായില്ലേ? അപ്പോൾ ജലം എന്ന് പറയുന്നത് വാസസ്ഥലമാണ് ഭഗവാന്റെ. ആ വെള്ളത്തെ കുടിക്കുന്നതും രക്ഷിക്കുന്നതും ആരാ? വെള്ളത്തെ രക്ഷിക്കുന്നത് ആരാ? സൂര്യതാപം. വെള്ളത്തെ കുടിക്കുന്നത് ആരാ? സൂര്യരശ്മി. അല്ലേ? എവാപ്പറേറ്റ് ചെയ്ത് പോണത് അല്ലേ? അപ്പോൾ വെള്ളത്തിനെ രക്ഷിക്കുന്നതും ഭഗവാൻ, അതിനെ എവാപ്പറേറ്റ് ചെയ്യുന്നതും ഭഗവാന്റെ ശക്തി രശ്മി. അതുകൊണ്ട് ആ രശ്മികളെ ശിബികൾ എന്ന് വിളിക്കുന്നു. ജലത്തിൽ നിന്ന് ജലത്തിനെ രക്ഷിക്കുകയും ജലത്തെ സംരക്ഷിക്കുകയും ജലത്തെ വലിച്ചു കുടിക്കുകയും ചെയ്യുന്നവൻ, പാനം ചെയ്യുന്നവനെ ശിബി എന്ന് വിളിക്കുന്നു. ശീച്ച ജലം, പീച്ച പാനം ചെയ്യുന്നു, ശിബി, ശിബികൾ. ആ രശ്മികളിൽ വിഷ്ണു പ്രവേശിക്കുന്നതിനാൽ അതിനെ ശിബിവിഷ്ട എന്ന് പറയുന്നു. ഒക്കെ പൂർവ്വസൂക്തികളൊക്കെ സൂക്തികളിലുള്ളതാ. ഒന്നും നമ്മുടെ കണ്ടുപിടുത്തമല്ല കേട്ടോ. എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പറയണതല്ല ഇതൊന്നും. ഇതൊക്കെ മഹാഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ള റെഫറൻസും ഇതൊക്കെയാണ് ഞാനീ പറയണത്. അല്ലാണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതൊന്നുമല്ല. എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല. എനിക്കൊന്നും കണ്ടുപിടിക്കാൻ ഇല്ല. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കാത്തല്ലേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് നോക്കിയിടത്തൊക്കെ എല്ലാം കണ്ടുപിടിച്ചതാ, ഓൾറെഡി കണ്ടുപിടിച്ചതാ. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. പിന്നെ ഞാൻ എന്ത് ഭക്ഷണം കഴിക്കാനാ? എല്ലാം വ്യാസൻ്റെ ഉച്ഛിഷ്ട. നമുക്ക് സ്വന്തമായിട്ടൊന്ന് പാചകം ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞാൽ കിട്ടില്ലേ ലോകത്തിൽ. കാരണം ഒക്കെ വ്യാസം തൊട്ടിട്ടുണ്ട്. മനസ്സിലായോ? ശൈത്യാ ശയനയോഗശ്ച ശിതിവാരി പ്രചക്ഷതേ തത് പാനതത് ക്ഷീണശൈവ ശിവയോ രശ്മിതായത തേഷു പ്രവേശോ ദിദ്വേഷാം ശിബിവിഷ്ട ഇവച്യതേ. ശിബിവിഷ്ട എന്നുള്ള പേര് വരുന്നു എന്നർത്ഥം. ശൈത്യ ശയന, വെള്ളത്തിൻ്റെ തണുപ്പ്. യോഗശ്ച ശിതിവാരി പ്രവക്ഷതേ തത് പാനതത്, അതിനെ കുടിക്കുന്നവനും അതിനെ സംരക്ഷിക്കുന്നവനും. അക്ഷിണ ശൈവ, അക്ഷിണവും പാനവും ചെയ്യുന്നവനും. ശിവയോ രശ്മിയോ മത, ശിവ എന്നുള്ള പേര് വന്നു അതിന്. തേഷു പ്രവേശാദിദേശ, തേഷ പ്രവേശ, അതിൽ പ്രവേശിച്ച കാരണം ശിബിവിഷ്ട ഇവോച്യതേ. പൂർവ്വസൂക്തിയിൽ ഉള്ള ശ്ലോകമാണത്. മനസ്സിലായ? അപ്പം അതാണ് ശിബിവിഷ്ട എന്നുള്ള നാമത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം. വേദിക്കായിട്ട് വളരെയധികം ഒരു ഡീപ്പ് സിഗ്നിഫിക്കൻസ് അർത്ഥമുള്ളൊരു മീനിങ്ങുള്ളൊരു വാക്കാണത് ശിബിവിഷ്ട. അങ്ങോട്ടൊന്നും കടക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് പുറംപൂച്ചിൽ ഇങ്ങനെ ഒരു അർത്ഥം പറഞ്ഞ് പോകാന്നല്ലാണ്ട് അതിൻ്റെ വേദിക് കോൺസെപ്റ്റ് എന്താണെന്നും അതിൻ്റെ വേദിക് സിഗ്നിഫിക്കൻസ് എന്താണെന്നൊക്കെ വേദം അഗാധമായിട്ട് പഠിച്ചവന് മാത്രമേ ആ ശിബി എന്നുള്ള വാക്കിൻ്റെ സിഗ്നിഫിക്കൻസ് വേദത്തിൽ എന്താണെന്നും യജ്ഞത്തിലും യാഗത്തിലും ഒക്കെ ആ ശിബി വാക്കിൻ്റെ സങ്കല്പം എന്താണെന്നൊക്കെ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് നല്ലൊരു വേദവിത്തിനെ കണ്ടെത്തണം. നമ്മൾ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. മനസ്സിലായില്ല? നമ്മൾ എവിടെയോ താഴ്ത്ത് കിടന്നിട്ട് ഇങ്ങനെ പന്തടിച്ച് കളിക്കണമെന്നല്ലാണ്ട് മുകളിലേക്കൊന്നും കയറിയിട്ടില്ല. ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല നമ്മളെ കൊണ്ട്. ഇവിടെ എന്നെ കിടന്നിങ്ങനെ കളിക്കുക നമ്മൾ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ലെവലിലുള്ള അർത്ഥം നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതും കൂടി ഞാൻ ഈ സമയത്തൊന്ന് പറഞ്ഞോട്ടെ. 274 നാമം പ്രകാശന. ശിബിവിഷ്ട പ്രകാശന. എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവൻ. ഇതൊക്കെ നമ്മൾ കണ്ട നാമങ്ങൾ തന്നെയാണ്. ഭീഷ്മർക്ക് ഇങ്ങനെ വാഗ്ധ്വനി ഇങ്ങനെ വരികയാണ്. ഒന്നല്ലെങ്കിൽ ഒന്ന് പിന്നാലെ വന്നുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അതിൽ ചിലരൊക്കെ മുൻകൂട്ടി പറഞ്ഞതുണ്ടാവും, അതേ ധ്വനികളുണ്ടാവും, അതേ അർത്ഥം വരണുണ്ടാവും. ആലോചിച്ച് പറയണമെന്നും അല്ലല്ലോ, അത് സ്പോണ്ടേനിയസ് അല്ലേ, ഇറ്റ്സ് എ ഫ്ലോ അല്ലേ. അപ്പം എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നവനാണ് പ്രകാശന. മാത്രമല്ല സ്വയം പ്രകാശമുള്ളവനും. സ്വയം പ്രകാശമുള്ളവനല്ലേ മറ്റവനെ പ്രകാശിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ. തീപ്പെട്ടി ഉള്ളിൽ സ്വയം മരുന്ന് വെച്ചിട്ട് പ്രകാശം ഉള്ളിൽ അന്തർലീനമായിട്ട് അൺമാനിഫെസ്റ്റ് ആയിട്ടിരിക്കുന്നവന് മാത്രമല്ലേ അത് പ്രകടമാക്കിയിട്ട് വേറൊന്നിനെ കത്തിക്കാൻ പറ്റുള്ളൂ. വേറെ മരുന്നില്ലാണ്ട് തീപ്പെട്ടിക്കൊള്ളി ഒരച്ചാൽ എവിടെ കത്തണം? കത്തില്ലല്ലോ. അപ്പോൾ മറ്റുള്ള വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നവനാണെങ്കിൽ സ്വയം പ്രകാശമുള്ളവനും ആയിരിക്കണം.
അതാണ് പ്രകാശന എന്നുള്ള വാക്കിന് രണ്ട് രീതിയിൽ അർത്ഥത്തിലെടുക്കണം നമ്മൾ. സൂര്യഭഗവാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത്, ഭഗവാൻ ക്ഷേത്രജ്ഞനായി എല്ലാ ക്ഷേത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ക്ഷേത്രജ്ഞനായി എല്ലാ ക്ഷേത്രങ്ങളെയും പ്രകാശിക്കുന്നു. അനുഭവസ്ഥനായി എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. എക്സ്പീരിയൻസർ ആയിട്ട് എല്ലാ എക്സ്പീരിയൻസും പ്രകാശിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകമിരം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. 13-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ യഥാ പ്രകാശയത് ഏക കൃഷ്ണം ലോകമിമം രവി ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. യഥാ പ്രകാശയ ഏക, ഒറ്റയ്ക്കായിട്ട് വേറെ ആരുടെയും സഹായമില്ലാതെ കൃഷ്ണം ലോകമിമം രവി, ഈ ലോകത്തിനെ മുഴുവൻ ഒറ്റയ്ക്ക് എങ്ങനെയാണോ സൂര്യൻ രവി പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം, ക്ഷേത്രി മീനിങ് ക്ഷേത്രജ്ഞൻ, ക്ഷേത്രത്തെ അതുപോലെ പ്രകാശയതി ഭാരത, പ്രകാശിപ്പിക്കുന്നു അർജുന. ഒറ്റയ്ക്കർക്കൻ ലോകമൊക്കെ പ്രകാശിപ്പിപ്പതെങ്ങനെ? തർജ്ജമ നോക്കൂ. യഥാ പ്രകാശയത് ഏക കൃഷ്ണം ലോകമിമം രവി, ഒറ്റയ്ക്കർക്കൻ ലോകമൊക്കെ പ്രകാശിപ്പിപ്പതെങ്ങനെ? ക്ഷേത്രം അങ്ങിനെയോ അങ്ങിനെയ ക്ഷേത്രീ പ്രകാശിപ്പിപ്പു ഭാരത. ക്ഷേത്രത്തിനെ ക്ഷേത്രി പ്രകാശിപ്പിക്കുന്നത് എങ്ങനെയാച്ചാൽ ഒറ്റയ്ക്ക് അർക്കൻ ലോകം ഒക്കെ പ്രകാശിപ്പിക്കുന്നതെങ്ങനെ? ക്ഷേത്രം അങ്ങനെ ആ ക്ഷേത്രി, ക്ഷേത്രത്തെ അങ്ങനെയാണ് ആ ക്ഷേത്രി പ്രകാശിപ്പിക്കുന്നത് ഭാരത. അല്ല, ഭഗവാൻ എല്ലാ പ്രകാശങ്ങളുടെയും പ്രകാശമാകുന്നു. എല്ലാ പ്രകാശങ്ങളുടെയും പ്രകാശമാണ് ഭഗവാൻ. ജ്യോതിഷാമപി തജ്ജ്യോതി, ജ്യോതിഷുകളുടെ എല്ലാം ജ്യോതിസ്, തേജസ്സുകളുടെ എല്ലാം തേജസ്, തേജസ്തേജസ്വിനാമഹം, തേജസ്വിനാമഹം, തേജസ്സുകളിലുള്ള തേജസ് ഞാനാണ്. ജ്യോതിഷങ്ങളുടെ ജ്യോതിഷം ഞാനാണ്. ജ്യോതിഷം അല്ല, ജ്യോതിഷാമപി തജ്ജ്യോതി, എല്ലാ ജ്യോതിഷുകളുടെയും ജ്യോതിസ് ഞാനാണ്. ഐ എം ദ ലൈറ്റ് ഓഫ് ലൈറ്റ്സ്, ഐ എം ദ എഫൾജൻസ് ഓഫ് എഫൾജൻസ്. തേജസ്തിനാമഹം, തേജസ്വിനാമഹം, തേജസ്സുകളിലുള്ള തേജസ് ഞാനാണ്. അതുകൊണ്ട് പ്രകാശന, പ്രകാശിപ്പിക്കുന്നത് സ്വയം പ്രകാശമുള്ളവൻ, മറ്റെല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നത് എങ്ങനെയാണോ സൂര്യൻ എല്ലാ ലോകത്തെയും പ്രകാശിപ്പിക്കുന്നത്, അതുപോലെ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഭഗവാൻ എല്ലാ ക്ഷേത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. ഒരാൾ തന്നെയല്ല എല്ലാം. എല്ലാ ക്ഷേത്രങ്ങളിലും ഞാനല്ലേ ക്ഷേത്രജ്ഞനായിട്ടിരിക്കുന്നത്? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസുകളിലും ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി, ഞാനാണ് ക്ഷേത്രജ്ഞൻ. ഇവിടെ സർവക്ഷേത്രേഷു ഭാരത, എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസസിലും
ദി എക്സ്പീരിയൻസർ ഈസ് വൺ ആൻഡ് ദ സെയിം. പ്രകാശന. അപ്പോൾ അത് പ്രകാശന എന്നുള്ള വാക്ക് തൽക്കാലം അവിടെ നിർത്തുക. ലളിതാസഹസ്രനാമത്തിലുമുണ്ട് ഈ പ്രകാശത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. പ്രഭാവതി എന്നുള്ളൊരു നാമുണ്ട്, പ്രഭാരൂപ എന്ന് വേറൊരു നാമുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. പ്രഭാവതി പ്രഭയോടുകൂടിയിരിക്കുന്നവൾ, പ്രഭാരൂപ പ്രഭരൂപമായിട്ടുള്ളവൾ, പ്രഭാരൂപമായിരിക്കുന്നവൾ. പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി, അതാണ് അതിൻ്റെ നാമം. അപ്പോൾ നമുക്കിനി അടുത്ത നാമത്തിലേക്ക് കടന്നാലോ. 275. ഓജസ് തേജോ ദ്യുതിധര. ഓജസ് തേജോ ദ്യുതിധര ഒരു വലിയ നാമമാണ്. ബലം, ശൗര്യം, കാന്തിയുള്ളവൻ. ഓജസ്, തേജസ്, ദ്യുതിധര ആണ് അതിൻ്റെ 3 വാക്കുകളാണത്. ഓജസ്, തേജസ്, ദ്യുതി ധരിക്കുന്നവൻ, ദ്യുതിധര. ഓജസ് ധരിക്കുന്നവൻ, തേജസ് ധരിക്കുന്നവൻ, ദ്യുതി ധരിക്കുന്നവൻ, ഇതൊക്കെ ധാരണം ചെയ്തവൻ എന്നർത്ഥം. ഓജസ്, തേജസ്, ദ്യുതിധര. ഇത് 3 നാമങ്ങളായിട്ട് വ്യാഖ്യാനിക്കാം എന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. പല ആളുകളും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ശങ്കരഭാഷ്യത്തിൽ ഒറ്റ നാമമായിട്ടാണ് അതിനെ എടുത്ത് വ്യാഖ്യാനിക്കുന്നത്. ഓജസ്, തേജസ്, ദ്യുതിധര എന്നുള്ള ഒറ്റ വാക്കിലാണ്. അതുകൊണ്ട് നമുക്ക് ആ മാർഗത്തിലൂടെ പോകാം. മറ്റത് തെറ്റാന്നല്ല, അൾട്ടിമേറ്റ്ലി ഒന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മതം അങ്ങനെയാണ്. അപ്പോൾ നമുക്കത് നമ്മളത് ഫോളോ ചെയ്യണം. കാരണം നമുക്ക് അവിടെ പോവാം. ഈ ഒന്നിൽ നിന്ന് മറ്റൊന്ന്, അതായത് ഓജസ്, തേജസ്, ദ്യുതിധര, ഇത് ഒന്നിൽ നിന്ന് മറ്റൊന്ന് ക്രമമായി വരുന്നതാണെങ്കിലും, ആദ്യം ഓജസ്, പിന്നെ തേജസ്, പിന്നെ ദ്യുതി, ഇത് ക്രമമായിട്ട് വരുന്നതാണെങ്കിലും 3 നിലകളെ സൂചിപ്പിക്കുന്നതാണ്. 3 അവസ്ഥകളെ, ത്രീ സ്റ്റേഷൻസ്, പ്ലെയിൻസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഒന്ന്, ഓജസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാണബലമാണ്. പ്രാണൻ്റെ ബലമാണ് ഓജസ്. ഗ്രോസ് ആയിട്ടുള്ള പ്രാണനുണ്ടല്ലോ, അതിൻ്റെ ബലമാണ് ഓജസ്. ബലം ബലവതാമസ്മി എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ. ബലം ബലവതാമസ്മി, പരിപൂർണ ബലവാനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് മഹാബല എന്നുള്ള നാമൊക്കെ നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം അത് പ്രാണബലമാണ്. സപ്തധാതുക്കൾക്ക് വേണ്ട പോലെ നിലനിർത്തി പ്രവർത്തിച്ചാലാണ് പ്രാണബലം കിട്ടുന്നത് നമുക്ക് അല്ലേ. നമ്മളുടെ ശരീരത്തിലുള്ള സപ്തധാതുക്കളുണ്ടല്ലോ, ആ സപ്തധാതുക്കളെ വേണ്ട പോലെ നിലനിർത്തി പ്രവർത്തിച്ചാൽ മാത്രമേ പ്രാണന് ബലം കിട്ടുള്ളൂ, അത് ഓജസ് കിട്ടുള്ളൂ. അപ്പോഴാണ് പ്രാണബലം സിദ്ധിക്കുക. ഇത് ശാരീരിക നിലയിലാണ് ഈ പ്രാണബലം. ആ പ്രാണബലം പോകുന്ന നമ്മുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നിടത്തോളം മാത്രമേ നമുക്ക് ഈ പുറത്തേക്കുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ളൂ. ഈ കുമ്പയും കൊടവേറൊക്കെ അപ്പോഴേ ഉള്ളൂ. ആ പ്രാണനൊന്ന് മാറി നിൽക്കട്ടെ. ഗതയതവായോ ദേഹാപായോ, ആ സത്തൊന്നങ്ങോട്ട് പോട്ടെ, ആ വായു ഒന്നങ്ങോട്ട് പോട്ടെ, പ്രാണൻ ഒന്നങ്ങോട്ട് പോട്ടെ. ഗതയതവായോ ദേഹാപായേ, ദേഹത്തിന് അപായം വന്നാൽ ആ വായു ഒന്ന് പുറത്തേക്ക് പോട്ടെ. ഇത് ഇപ്പം നേരത്തെ പറഞ്ഞ പ്രാണവായു അതൊന്ന് പുറത്തേക്ക് പോയാൽ ഓജസ് അതിൻ്റെ പിന്നാലെ പോവും. ആ ഓജസ് ഇല്ലെങ്കിൽ കുമ്പയും പോയി, കൊടവയറും പോയി, ഒക്കെ പോയി. ഇത്ര എണ്ണുള്ള ഒരാൾ ഓജസ് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ചുരുങ്ങി ആൾ, എല്ലാ നീരും പോയി കയ്യിൽ നിന്ന്.
ഇത് ശാരീരിക നിലയിലാണ് ഈ പറഞ്ഞ ഓജസ്. മനസ്സിലായില്ലേ? അത് ഓജസ് തന്നെയാണ്, യാതൊരു സംശയമില്ല. ബലം തന്നെയാണ്, അത്യാവശ്യമായിട്ടുള്ള ബലം തന്നെയാണത്. ഇത് ശാരീരികമായിട്ടുള്ള നിലയിൽ. ഇനി സ്പിരിച്വൽ ആധ്യാത്മിക രംഗത്ത് വന്ന യോഗം, ധ്യാനം എന്നീ പ്രക്രിയകളൊക്കെ മെല്ലെ മെല്ലെ പരിശീലിച്ച് ധർമാനുസൃതമായി ജീവിക്കാൻ പഠിച്ചാൽ കുറച്ചു കാലം ആ ധർമാനുസൃതമായിട്ടുള്ള ജീവിതത്തിലൂടെ ധർമാർത്ഥകാമ മോക്ഷങ്ങളിലേക്ക് മനസ്സ് തിരിഞ്ഞു പോയാൽ ശൗര്യാദി ഗുണങ്ങൾ നമുക്ക് സിദ്ധിക്കും. അതാണ് തേജസ്. ദൈവിക ഗുണങ്ങൾ വന്നു ചേരും. അത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടില്ല. ബോഡി ബിൽഡറിൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യമില്ല. എന്താ പറയുക, എക്സസൈസ് ചെയ്യണ സ്ഥലമില്ലേ, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ജിമ്മിലേക്ക് പോയിട്ട് കാര്യമില്ല. ഒരു ജിമ്മ് അവിടെ നടക്കില്ല. ജിമ്മിലേക്ക് പോയാൽ ഈ പറഞ്ഞ പോലെ ഓജസ് ഉണ്ടാക്കാം, യെസ്, ശരീരബലം ഉണ്ടാക്കാം. ശാരീരിക തലത്തിൽ നമുക്ക് കുറച്ചൊക്കെ ഉദ്യമിച്ചാൽ പറ്റും. പക്ഷേ മാനസിക സ്ഥലത്തിൽ അന്ധകരണ നിലയ്ക്ക് അന്ധകരണത്തിൻ്റെ നിലയിൽ നമുക്ക് കിട്ടുന്നത് തേജസ്സാണ്. ആ തേജസ് നമ്മൾ എന്ത് വേണം? ഈ പറഞ്ഞ മാർഗങ്ങളൊക്കെ വേണം. നല്ല രീതിയിൽ ജീവിക്കണം. പ്യുവർ ലൈഫ്, ക്ലീൻ ലൈഫ്, സ്റ്റഡി ലൈഫ്, യോഗം, ധ്യാനം, ഇന്ദ്രിയ നിഗ്രഹം, അനഹങ്കാരം, ശുചിർ, പ്യൂരിറ്റി, ക്ലെൻലിനെസ്, ധാർമ്മികമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവിക സമ്പത്ത് വർദ്ധിക്കും. ഇന്നർ സ്ട്രെങ്ത്, അന്ധകരണ നിലയിൽ ഇന്നർ സ്ട്രെങ്ത് നമുക്ക് കിട്ടും. അതാണ് നമുക്കുള്ള തേജസ്. അപ്പോൾ ഓജസ് വേറെയാണ്, തേജസ് വേറെയാണ്. ശാരീരിക നിലയിൽ നമുക്ക് ഓജസ്സും മാനസിക നിലയിൽ നമുക്ക് തേജസ്സും. ഓജസ്, തേജോ. അപ്പം ഈ നിലയിൽ എത്തിയിട്ടുള്ള യോഗികൾക്ക്, വേർ ദേ ആർ ഇൻ പൊസിഷൻ ഓഫ് തേജസ്, സദാസമയത്തും അവർക്ക് ശാന്തിയും മനസ്സമാധാനവും അവർക്കുണ്ടാവുമെന്ന് മാത്രമല്ല, അവർ തൊട്ട് നിൽക്കുന്നവർക്കൊക്കെ മനഃശാന്തി കൊടുക്കുന്നവർ. ഇറ്റ് റേഡിയേറ്റ്സ് പീസ് ഓഫ് മൈൻഡ്. ദേ റേഡിയേറ്റ് പീസ് ഓഫ് മൈൻഡ്. ദേ സ്പ്രെഡ് പീസ് ഓഫ് മൈൻഡ്. ഒരു സാത്വികൻ്റെ അടുത്ത് ചെന്ന് നിന്ന് നോക്കൂ, ഒക്കെ വരുന്നതൊക്കെ പോസിറ്റീവ് വൈബ്സ് ആവും. ഫീൽ ചെയ്യാം നമുക്ക്, പോസിറ്റീവ് വൈബ്സ്, സ്പിരിച്വൽ വേവ്സ് വരുന്നത്. ദൈവികമായ ദ്വിതി, പ്രകാശം, കാന്തി അവരിലുണ്ടാകുന്നു. ആ സ്പിരിച്വലി ഇവോൾവ് ആൾക്കാർ. നേരത്തെ പറഞ്ഞ യോഗവും ധ്യാനവും വഴി അവർ സിദ്ധിച്ചിട്ടുള്ള തേജസ്സിനെ പെർമനൻ്റായിട്ട് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് നിലനിർത്തി അതിനനുസൃതമായിട്ടുള്ള ജീവിതം നയിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദൈവിക ഗണങ്ങൾ കൂടി 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 വരും. രജോ ഗുണവും തമോ ഗുണമൊക്കെ നേരെ താഴത്തേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് സെറ്റിൽ ഡൗൺ. ആകെപ്പാടെ നമുക്ക് പോകുന്നത് ആകെ ഒരു സാത്വിക് ഫ്രേഗ്രൻസ് ഓഫ് ഫീലിങ്സ്. അങ്ങനെയുള്ള ആളുകളുടെ സയൻസ് ഹാസ് കം ടു റെക്കഗ്നൈസ്. പല നോബൽ ലോറിയേറ്റ്സൊക്കെ എഴുതിയിട്ടുള്ള കാര്യമാണ്. ക്രിലിയൻ ക്യാമറ വഴി ഇത്തരത്തിലുള്ള ആളുകളെ പരിശോധിച്ചാൽ അവരുടെ പിന്നിൽ ഒരു ഓറ കാണാമെന്ന് പറയും. എല്ലാവരുടെ പിന്നിലും ഓറ കാണും. ഒന്ന് വിൽ ബി എ വെരി പവർഫുൾ ഓറ, ബ്രില്യൻ്റ് ഓറ. സാധാരണക്കാർക്ക്, ഈ സാധാരണ ബലം ഉള്ളവർക്കൊക്കെ, താഴ്ത്തട്ടിലുള്ള ബലമുള്ളവർക്കൊക്കെ അവർക്കൊരു ഓറയുണ്ടാവും. ബട്ട് ദാറ്റ് വിൽ ബി ജസ്റ്റ് സ്റ്റേഷനറി. ഒരു ചെറിയൊരു വരങ്ങനെ കാണാം. ഇതല്ല, ഇതൊരു റെയിൻബോ പോലൊരു ഓറയാണ്. വെരി കളർഫുൾ ഓറ, വെരി വൈബ്രൻ്റ് ഓറ.
അത് ഡിസ്റ്റിങ്ക്റ്റായിട്ട് ജഡപദാർത്ഥങ്ങളിൽ വെച്ച് നോക്കിയാലും ജീവപദാർത്ഥങ്ങളിൽ വെച്ച് നോക്കിയാലും കാണാമെന്നാണ് നോബൽ ലോറേറ്റ് ഡോക്ടർ ഡഗ്ലസ് ഡീൻ, അത് PhD എടുത്തതില്ല, നോബൽ പ്രൈസ് കിട്ടിയതിനാണ്. അദ്ദേഹം പറഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ ആൾക്കാർ പറഞ്ഞാൽ വിശ്വാസമാവില്ലല്ലോ. വ്യാസൻ പറഞ്ഞു അത് പഴഞ്ചൻ. വാൽമീകി പറഞ്ഞ അതിലേറെ പഴഞ്ചൻ. ഡോക്ടർ ഡഗ്ലസ് ഡീൻ, ഐ സി, അവർ പറഞ്ഞിട്ടുണ്ടല്ലേ, അപ്പം ശരിയാവും. അതിനാണ് ഞാനത് പറയണത്. നോബൽ ലോറേറ്റാണ്. ഈ ക്രില്ലിയൻ ക്യാമറയുടെ മുകളിൽ നോബൽ ലോറേറ്റ് കിട്ടിയിട്ടുള്ള ആളാണ് ഡഗ്ലസ് ഡീൻ. അദ്ദേഹമാണ് പറഞ്ഞത് എല്ലാവർക്കും ഓറയുണ്ട്, നമുക്ക് എല്ലാവർക്കും ഓറയുണ്ട്, എല്ലാവരും പിന്നിലും ഉണ്ട് ഓറ. അതാണ് ഈ പ്രകാശവലയം എന്ന് പറയുന്നത്. ക്ഷേത്രങ്ങളിലൊക്കെ കാണാറില്ലേ, ആ ദേവനും ദേവിക്കും നമ്മൾ പിൻഭാഗത്തൊരു വലയം ചാർത്തലില്ലേ, ഇതിന് പ്രത്യേക പേര് പറയും, മനസ്സിൽ വരില്ല. നാവുമ്പിൽ തുമ്പത്ത് കിടക്കുന്ന കളിക്കുന്നുണ്ട്, പ്രഭാവലയം തുമ്പത്ത്. അതിനെയാണ് ദ്യുതി എന്ന് പറയുന്നത്. അത് ആധ്യാത്മിക തലത്തിൽ കിട്ടുന്നത്. ഇപ്പം ശാരീരിക തലത്തിൽ കിട്ടുന്നത് ഓജസ്, അന്ധകരണ തലത്തിൽ കിട്ടുന്നത് തേജസ്, ആത്മീയ തലത്തിൽ കിട്ടുന്നത് ദ്യുതി. ഇത് മൂന്നും കൂടി സിങ്ക്രണൈസ് ചെയ്താൽ മാത്രമേ യു ബിക്കം എ കംപ്ലീറ്റ് മാൻ. അതുകൊണ്ടാണ് ശങ്കരൻ അത് മൂന്നും ഒന്നിച്ചെടുക്കാന്ന് പറയുന്നത്. മൂന്നും മൂന്നല്ലാത്തത് കൊണ്ടല്ല. ഇത് നല്ലൊരു ഇൻറ്റഗ്രേഷൻ വേണം. സ്റ്റെപ്പാണ്. ഇനി ആദ്യത്തെ കിട്ടാണ്ട് രണ്ടാമത്തെ കിട്ടില്ല, രണ്ടാമത്തെ കിട്ടാണ്ട് മൂന്നാമത്തെ കിട്ടില്ല. പക്ഷെ മൂന്നാമത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ലെവലിൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്തേ പോകണം. അത് ബ്രേക്ക് ചെയ്യരുത്. അതൊരു വൾക്കി ശരീരമായിട്ട് ഇങ്ങനെ നിൽക്കരുത്. അത് എക്സസൈസും മറ്റുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ശാരീരിക ലെവലിലും അതുപോലെ തന്നെ വേണം. മാനസിക ലെവലിലും എന്താ പറയുക, അന്ധകരണ ലെവലിലും അതേപോലെ തന്നെ ജീവിക്കണം. ഒന്നിനോടൊരു അത്യാർത്തി ഇല്ലാതിരിക്കുക, എന്തു തന്നെ വന്നാലും അത് ഉൾക്കൊള്ളാനൊരു കഴിവുണ്ടായിരിക്കുക. അമാനിത്വം, മദംബിത്വം, അഹിംസ, ക്ഷാന്തി, ആർജവം, ആചാര്യോപാസനം, ശൗചം, സ്ഥൈര്യം, ആത്മവിനിഗ്രഹം, ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം, മനഹങ്കാരമേവച, ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുസംഗതം. അങ്ങനെയുള്ള നോബിൾ ഡിവൈൻ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തവർക്ക് തേജസ് കിട്ടും. ആ തേജസ്സും ഓജസ്സും ഉള്ളവന് ദ്യുതി ഗ്യാരണ്ടി. ഇതെല്ലാം എവിടെയെങ്കിലും ഒരു ദിക്കിൽ ഫീസ് പോയാൽ ഒക്കെ പിന്നെ ഷോർട്ട് സർക്യൂട്ടാവും. പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പിന്നെ താഴത്തേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇത് പൊന്താൻ വലിയ പാടാണ്. ഒരു റബ്ബർ പന്ത് മുകളിൽ നിന്ന് കുട്ടി കളിക്കുമ്പോൾ മുകളിൽ നിന്ന് എങ്ങനെയാണോ താഴത്തേക്ക് വീണാൽ പിന്നെ മുകളിലേക്ക് കയറാൻ വലിയ പാടാണ്. ആദ്യം വീണത് ഒരു സ്റ്റെപ്പിലാവും, പിന്നെ വീണത് 4ാമത്തെ സ്റ്റെപ്പിലാവും, പിന്നെ വീണത് 8ാമത്തെ സ്റ്റെപ്പിലാവും. പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ലക്ഷ്യം നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ച്യുതി വന്ന് ഓജസ്സിനോ തേജസ്സിനോ ദ്യുതിക്കോ ഒരു ചെറിയൊരു ച്യുതി, ഒരു വീഴ്ച എവിടെയെങ്കിലും നമ്മുടെ നോട്ടപ്പശ കൊണ്ട് വന്നാൽ ഫിനിഷ്ഡ്, ദാറ്റ് ഇസ് ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ കെയർഫുള്ളായിരിക്കണം നമ്മളുടെ എക്സസൈസിൽ എന്ന് പറയുന്നത്. റെഗുലാരിറ്റി, ഡിസിപ്ലിൻ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഈ റബ്ബർ പന്ത് വീണ പോലെ വീഴും. വേഗചൂടാമണിയിൽ ശങ്കരൻ പറയും, ലക്ഷ്യച്യുതം ചേദ്യതി ചിത്തമേഷ ബഹിർമുഖ സന്നിപതത്തതസ്തദാ പ്രമാദത പ്രച്യുത കേളികന്തുക സോപാനപങ്ക്തൗ പതിതം യഥാ തഥാ. സോപാനപങ്ക്തൗ പതിതം യഥാ തഥ. സോപാനത്തിൻ്റെ മുകളിൽ നിന്ന്, കോണിപ്പടിയുടെ മുകളിൽ നിന്ന് എങ്ങനെയാണോ ഒരു പന്ത് ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് പ്രമാദത പ്രച്യുത കേളികന്തുക, വേണച്ചിട്ടല്ല, വേണച്ച് വലിച്ചെറിഞ്ഞതല്ല, അറിയാണ്ട് കയ്യിൽ നിന്ന് വീണുപോയി. ഓജസ്സിനും തേജസ്സിനും ദ്യുതിക്കൊക്കെ ചെറിയൊരു കോട്ടം പറ്റി, അറിഞ്ഞില്ല, അത് പോയി പെട്ടു, അതല്ലേ ഇപ്പോൾ പറയണ്ടോ? ഒരു കാര്യമില്ല. കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വേണം. അതാണ് സ്പിരിച്വൽ ലൈഫിലുള്ളൊരു പ്രത്യേകത. നോ കോംപ്രമൈസ്.
അപ്പോൾ അങ്ങനെ വീണ പന്ത് എങ്ങനെയാണോ വീഴാതെ താഴത്തേക്ക് ലക്ഷ്യം പഴിച്ച് വീണാൽ അതുപോലെ വീഴ്ചയാവും നമ്മളുടെ ദ ഫോൾ. അതുകൊണ്ടാണ് ഓജസ് തേജോ ദ്വിധര എന്ന നാമം ഒന്നായിട്ട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രാണോ ബ്രഹ്മൈവ തേജ ഇവ പ്രാണാൻ ബ്രഹ്മൻ. പ്രാണൻ ബ്രഹ്മൻ തന്നെയാകുന്നു എന്നാണ് പറയുന്നത്, ബൃഹദാരണ്യത്തിൽ പറയേണ്ടത്. പ്രാണോ ബ്രഹ്മൈവ തേജ ഇവ. തേജസ്സും പ്രാണനൊക്കെ ഒന്ന് തന്നെയാണ്. എല്ലാം പ്രാണവായുവിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. അത് എല്ലാ ഓജസ്സും പിന്നീട് നമുക്ക് തരുന്ന തേജസ്, പിന്നെ ദ്യുതി. അപ്പോൾ നമുക്കിന്ന് ഇവിടെ നിർത്താം. സഹസ്രനാമത്തിൽ പറയാൻ മറന്നു, സഹസ്രനാമത്തിലും ഈ നാമങ്ങളൊക്കെ ഉണ്ട്. ഓജോവതി, തേജോവതി, ദ്യുതിധര എന്നുള്ള നാമങ്ങളൊക്കെ അതിലുമുണ്ട്. തേജോവതി എന്നൊരു ശ്ലോകത്തിൽ വരുന്നുണ്ട്. തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി. അവിടെ തേജോവതി മീൻസ് തേജസ്സുള്ളവൾ. ഇവിടെ തേജ എന്ന് പറഞ്ഞാൽ അവിടെ തേജോവതി. അപ്പോൾ തേജോവധി അല്ല കേട്ടോ, തേജോവതി. വധിക്കണ വധമല്ല, തേജസ്സിനെ വധിക്കുന്നവനാണ് തേജോവധം എന്നൊക്കെ പറയാം. തേജോവധം ചെയ്യരുതോ എന്നൊക്കെ പറയില്ലേ, എന്താ ക്യാരക്ടർ അസാസിനേഷൻ, തേജോവധം. തേജസ്സിനെ വധിക്കുക അതല്ല, ഇത് തേജോവതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി. ഓജോവതി എന്നും പറയുന്നുണ്ട് വേറൊരിക്കൽ. ഓജോവതി, അത് ഓജോവതിയും ദ്രുതിധരയും ഒന്നിച്ച് ഉള്ളൊരു നാമ. ഓജോവതി ദ്യുതിധര യജ്ഞരൂപ പ്രിയവ്രത. അവിടെ അദ്ദേഹം ഓജോവതിയും ദ്യുതിധരയും കൂടി ഒന്നിച്ചാക്കി. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സിക്സോ പസിൽ കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം, വേറെ ഇറ്റ് ഫിറ്റ്സ് ഇൻ. ചുരുക്കി പറഞ്ഞു വന്നാൽ ലളിതാ സഹസ്രനാമത്തിലും ഓജസ്സിനെ പറ്റിയിട്ടും തേജസ്സിനെ പറ്റിയിട്ടും ദ്യുതിധരയെ പറ്റിയിട്ടും ഇതേപോലെ പ്രതിപാദിക്കുന്നുണ്ടെന്ന് അർത്ഥം. സോ ഐ ആം നോട്ട് ബ്ലഫിങ്. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ബൃഹത് രൂപ ശിബിവിഷ്ട പ്രകാശന ഓജസ് തേജോ ദ്യുതിധര. ഇനി ബാക്കിയുള്ള നാമങ്ങൾ നമുക്ക് പറ്റുന്നതും നാളെ നമുക്ക് നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ രക്ഷിക്കണേ.